നമസ്കാരം. തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡികാ യാഗം ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അഡിഗയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യാഗം ആരംഭിച്ചത്. യാഗശാലയിൽ പ്രവേശം ചെയ്യുമ്പോൾ യാഗമണ്ഡപ ദേവതകളെ സ്മരണ ചെയ്ത് നമുക്ക് ആധാരമായിട്ടുള്ള ധരിത്രി ഭൂദേവിയെ സ്മരണ ചെയ്ത് ആ യാഗമണ്ഡപ ദേവതകളെ സ്മരണ ചെയ്ത് വലത്ത് കാല് വെച്ച് ഉള്ളിൽ പ്രവേശം ചെയ്യുന്നതാണ് യാഗശാല പ്രവേശ വിധി. യാഗത്തിൽ പങ്കെടുക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമായി ഭക്തരെത്തി. വൈകിട്ടോടെ യാഗശാലയും പരിസരവും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു. യജ്ഞ ആചാര്യൻ കൂടിയായ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അഡിഗയെ താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചത്. മറ്റ് സാധകന്മാരെല്ലാം സ്വീകരിച്ചുകൊണ്ട് ശശിധരമാരാരുടെ തങ്ങളുടെ ഭഗവതിയുടെ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആ സ്വീകരണ ഘോഷയാത്രയാണ് കടന്നു വരികയാണ്. ഈ സ്വീകരണ ഘോഷയാത്ര തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ യജ്ഞശാലയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി ദീപവിമോചനം നടത്തുന്നതോടുകൂടി ഇന്നും നാളെയുമായിട്ടുള്ള നവചണ്ഡികാ യാഗത്തിന്റെ ആചാര്യൻ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ തന്ത്രി നമ്മുടെ കോതമംഗലത്ത് ഇത് 2ാം പ്രാവശ്യം എത്തിച്ചേരുന്ന ഡോക്ടർ ചടങ്ങുകൾക്ക് ചണ്ഡികാ യാഗം കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. യാഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഭക്തർക്കായി ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. യാഗം നാളെ ഉച്ച കഴിഞ്ഞ് സമാപിക്കും. M4 മലയാളം, കോതമംഗലം.